ഹലോ, നമസ്കാരം. എൻ്റെ പേര് സുഭാഷ് എന്നാണ്. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ, കേരളത്തിലെ കൊല്ലം ജില്ലയിൽ മയ്യനാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് യൂറോപ്യൻ രാജ്യമായ സ്ലൊവേനിയയിലാണ്. ഓക്കെ, ഹെവി ഡ്രൈവറായിട്ടാണ് വന്ന് കുറേ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കോഡ് 95 എന്ന് പറയുന്നൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം പാസ്സായി. ഇന്ന് മുതൽ പ്രൊഫഷണൽ ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്തു. ഇതുവരെ നമ്മളുടെ എഗ്രിമെൻറ്റും ബാക്കി കാര്യങ്ങളൊന്നും ഡ്രൈവർ ഇതിലല്ലായിരുന്നു, വർക്കറെന്ന് മാത്രമായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഡ്രൈവർ ആയിട്ട് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഇനി ട്രെയിനിങ് ആണ്. ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് വണ്ടിയുടെ. അതായത് റിഫർ വണ്ടിയാണ്. ഇതിനകത്ത് ഒരുപാട് സൈസ് പ്രത്യേകതകളുള്ള, നമ്മുടെ നാട്ടിലെ കണക്ക് ലോഡിങ് അൺലോഡിങ് ഒന്നും നടക്കത്തില്ല. എല്ലാം ഹൈഡ്രോളിക് സിസ്റ്റമാണ്. അപ്പോൾ അതൊക്കെ പഠിക്കണം, റൂട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് സ്പാർ എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ സൂപ്പർ മാർക്കറ്റാണ്. മീൻസ് ഈ യൂറോപ്പിനകത്തുള്ള സ്പാർ. അപ്പോൾ അവരുടെ സപ്ലൈ ട്രാൻസ്പോർട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. കോബാൽ ട്രാൻസ്പോർട്ട് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. ഓക്കെ, ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത് സ്ലൊവേനിയയിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ലോഡ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഒരു മലയാളിയാണ്. പുള്ളിയുടെ പേര് നിഖിലെന്നാണ്. സ്ഥലം പറവൂരാണ്. അപ്പോൾ അദ്ദേഹം ഒരു 6-7 മാസമായി ഇവിടെ. അപ്പം ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹം അവന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിഖിൽ, ഹലോ. ഓക്കെ, അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം വേണം. കാരണം ഇത് ഗൾഫ് പോലെയല്ല. ഗൾഫിൽ 10-13 വർഷം ജോലി ചെയ്തിരുന്നു. ഹെവി ഡ്രൈവർ തന്നെയായിരുന്നു, ബഹ്റൈനിലും ഒമാനിലും. പക്ഷേ അതുപോലെയല്ല ഇവിടെ ഓരോ കാര്യങ്ങളും, ഓരോ പോയിന്റും അവിടെ സ്ട്രിക്റ്റാണ്. പക്ഷേ അതിലേറെ സ്ട്രിക്റ്റാണ് ഇവിടുത്തെ ഓരോ ട്രാഫിക് നിയമങ്ങളായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ സ്ട്രിക്റ്റാണ്. നല്ല രാജ്യമാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് ജോലി ചെയ്യാനൊക്കെ നല്ല സ്ഥലമാണ്. അപ്പം ഇത്രയും നാളും ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 മാസം ആകാൻ പോകുന്നു. ഇതുവരെ വീഡിയോസൊന്നും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചെയ്യാതിരുന്നത് കോഡ് 95 എന്ന് പറഞ്ഞ എക്സാം പാസ്സായതിന് ശേഷം മാത്രം ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാണ്. അപ്പം നമ്മളിങ്ങനെ കണ്ടില്ലേ, നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 3 സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഈ സാധനം പോകുന്നത്. ടോട്ടൽ എത്ര ട്രോളി ഉണ്ട്? ടോട്ടൽ മൊത്തം 17 ട്രോളിയും 4-5 പാലറ്റും ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഇവിടുത്തെ റോഡ്. നമ്മളിപ്പം മെയിൻ ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാതെ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ വാർണിംഗ് സിഗ്നൽ വരും, അലാറം അടിക്കും. അപ്പം അങ്ങനെയുള്ള കുറേ സിസ്റ്റംസ് ഉണ്ട്. ഹൈവേയിലാണ് കേട്ടോ, മെയിൻ ഹൈവേയിൽ നമ്മൾ ഈ ഇൻഡിക്കേറ്റർ ഇട്ട് വേണം ട്രാക്ക് ചേഞ്ച് ചെയ്യാൻ. ഇവിടെ ഇപ്പം സാധാരണ 2 ട്രാക്കാണുള്ളത്. ഇത് മാരിബോർ റൂട്ടാണ്. നമ്മൾ എക്സിറ്റ് ഏതിലാണ് നിഖിൽ നമുക്ക് തിരിയേണ്ടത്? നമ്മുടെ എക്സിറ്റിന് കറക്റ്റ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അത് സ്ഥിരമായിട്ട് ഓടുന്നുണ്ട്. അവർ എക്സിറ്റ് ഒന്നും നോക്കാറില്ല. അവർക്കറിയാം എവിടെ നിന്നാണ് തിരിയേണ്ടതെന്ന്. നമ്മൾ ആദ്യമായിട്ട് പോകുമ്പം ഓരോ എക്സിറ്റുകളുണ്ട്, ഓരോ നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിൽ നിന്നാണ് തിരിയേണ്ടത്. ഈ റോഡ് നേരെ പോകുന്നത് നമുക്ക് ഓസ്ട്രിയക്ക് പോവാം. ഇവിടുന്ന് ഏകദേശം ഒരു 200 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഓസ്ട്രിയയായി. അപ്പം ക്രൊയേഷ്യ അടുത്താണ്. അപ്പോൾ അങ്ങനെ ഇതൊരു കുഞ്ഞു രാജ്യമാണ്. ഏകദേശം കൊല്ലം ജില്ലയുടെ അത്രയും വലിപ്പം മാത്രമേ ഇതിനുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു 60% വനമാണ്. ബാക്കി 40% മാത്രമേ ഉള്ളൂ റെസിഡൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രാമങ്ങളാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ വളരെ നല്ല ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്ലോവേനിയയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മളിനി ലോഡ് എടുത്തതിന് ശേഷം ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു ചാനൽ തുടങ്ങാൻ ഞാൻ വളരെ ടെക്നിക്കൽ പരമായിട്ടും ക്വാളിഫൈഡ് ഒന്നുമല്ല. ഇതിനകത്ത് ടെക്നിക്കൽ പരമായി ക്വാളിഫൈഡ് ഒന്നുമല്ല. പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഒരുപാട് ചാനലുകൾ വേറെയും ഉണ്ട്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു നിങ്ങളെ ഈ സ്ഥലത്തിനെക്കുറിച്ചും എന്നെക്കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചും. അതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.
ഓക്കെ, നന്ദി, നമസ്കാരം, ബൈ ബൈ.